പാമുലിൻ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന പ്രതികളുടെ ആരോപണം ചോദ്യം ചെയ്ത് വി.എസ്. സുപ്രീം കോടതിയിൽ. കേസ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് 2007 ഹൈക്കോടതി വിധിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ കേസിൽ ഉൾപ്പെട്ടവരെ സഹായിക്കാൻ ഇക്കാര്യം മറച്ചുവെച്ചതായും വി.എസ്. സുപ്രീം കോടതിയെ അറിയിച്ചു. മുൻ CVC P.J. തോമസിന്റെ ഹർജിയിൽ കക്ഷി ചേരാനുള്ള അപേക്ഷയിലാണ് വി.എസ്. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. പാമുലിൻ കേസ് രാഷ്ട്രീയ പ്രേരിതമായതിനാൽ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ CVC P.J. തോമസ്, ചീഫ് സെക്രട്ടറി ജിജി തോംസൺ, ഭക്ഷ്യമന്ത്രിയായിരുന്ന TH മുസഫ എന്നിവർ നൽകിയ ഹർജി തിങ്കളാഴ്ച അന്തിമവാദത്തിനായി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടെ കേസ് റദ്ദാക്കാൻ പ്രതികൾ നിരത്തുന്ന വാദങ്ങൾ ഗണ്ണിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കക്ഷി ചേരുന്നതിനായുള്ള V.S. അച്യുതാനന്ദന്റെ അപേക്ഷ. സർക്കാരിന്റെ ഉപേക്ഷയെ ചോദ്യം ചെയ്തുകൊണ്ട് കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം നിലനിൽക്കില്ലെന്നാണ് V.S. അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. K. കരുണാകരൻ പാർലമെന്റ് അംഗമായിരിക്കെ പ്രോസിക്യൂഷൻ അനുമതിയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി ഇക്കാര്യം പരിഗണിച്ചിരുന്നു. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് പരിശോധിക്കാൻ ജസ്റ്റിസ് അരിജിത് പാസായത്തിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി സർക്കാർ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചതും V.S. സർക്കാർ 2006 ഇത് റദ്ദാക്കിയതുമടക്കം പരിശോധിച്ച് ജസ്റ്റിസ് ഉദയഭാനു കേസ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് വിധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കോടതി തള്ളിയ വാദങ്ങളുമായുള്ള ഹർജി അംഗീകരിക്കരുത്. കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കാൻ P.J. തോമസ് 3 വർഷം മുമ്പ് സമർപ്പിച്ച ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഇതുവരെയും ഹൈക്കോടതി വിധി ശ്രദ്ധയിൽപ്പെടുത്താത്തത് ഗുരുതര വീഴ്ചയാണെന്നും V.S. വാദിക്കുന്നു. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതികളുടെ ഹർജിയും V.S.ന്റെ അപേക്ഷയും ജസ്റ്റിസ് T.S. ഠാക്കൂറിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് പരിഗണിക്കുക. എം. ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ, ദില്ലി.